1970-കൾ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ മുഖ്യധാരയിൽ വലിയ മാറ്റങ്ങൾ കണ്ട കാലമായിരുന്നു. എ.ടി. ഉമ്മർ, കണ്ണൂർ രാജൻ, ശ്യാം, കെ.ജെ. ജോയ് തുടങ്ങിയ പ്രതിഭാധനരായ കുറേ യുവാക്കളുടെ അരങ്ങേറ്റം കണ്ട കാലമായിരുന്നു അത്. 1977-ൽ ഐ.വി. ശശി സംവിധാനം ചെയ്ത അഭിനിവേശം എന്ന ചിത്രത്തിൻ്റെ ഗാനവിഭാഗം കൈകാര്യം ചെയ്യുന്നത് ശ്രീകുമാരൻ തമ്പി, ശ്യാം ടീമായിരുന്നു. മലയാള സിനിമാ ഗാനങ്ങളുടെ പരിവർത്തന ഘട്ടത്തെ വിളിച്ചറിയിക്കുന്നു ശ്യാമിൻ്റെ മനോഹരമായ കോമ്പോസിഷൻ. സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമപ്പൂത്തറയിൽ ചന്ദന കാപ്പു ചാർത്തി അമ്പിളി ദേവിയായി താരകളാരതിയ സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമപ്പൂത്തറയിൽ ചന്ദന കാപ്പു ചാർത്തി അമ്പിളി ദേവിയായി താരകളാരതിയ സന്ധ്യ തന്നമ്പലത്തിൽ. മാഘമുകിൽ മാലികകൾ വന്നു തൊഴുതു, രാഗമധുരാഞ്ജലികൾ വീണു തൊഴുതു. മാഘമുകിൽ മാലികകൾ വന്നു തൊഴുതു, രാഗമധുരാഞ്ജലികൾ വീണു തൊഴുതു. തരംഗ ഗംഗയാടുമെന്റെ മനസ്സു വീണയാകവേ, തരംഗ ഗംഗയാടുമെന്റെ മനസ്സു വീണയാകവേ. പ്രണയഗാനദേവതേ നിൻ ഹൃദയവാതിൽ തേടി ഞാൻ സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമപ്പൂത്തറയിൽ ചന്ദന കാപ്പു ചാർത്തി അമ്പിളി ദേവിയായി താരകളാരതിയായി സന്ധ്യ തന്നമ്പലത്തിൽ. മാളികയിൽ നിന്റെ നിഴൽ കണ്ടു സഖി ഞാൻ, പാദസരം പാടുമെന്നു കാത്തു സഖി ഞാൻ. മാളികയിൽ നിന്റെ നിഴൽ കണ്ടു സഖി ഞാൻ, പാദസരം പാടുമെന്നു കാത്തു സഖി ഞാൻ. ചിലങ്ക ചാർത്തിയുറങ്ങും നിന്റെ ജാലകത്തെ ഉണർത്തുവാൻ, ചിലങ്ക ചാർത്തിയുറങ്ങും നിന്റെ ജാലകത്തെ ഉണർത്തുവാൻ. കഥന താളം പൂക്കുമെന്റെ ഗാനം തെന്നലാക്കി ഞാൻ സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമപ്പൂത്തറയിൽ ചന്ദന കാപ്പു ചാർത്തി അമ്പിളി ദേവിയായി താരകളാരതിയായി സന്ധ്യ തന്നമ്പലത്തിൽ. കല്യാണ പരിസന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ശ്രീധർ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായിരുന്നു തേൻ നിലവ്. തമിഴിൽ ആദ്യമായി
ജമ്മു കാശ്മീരിൽ പോയി ഷൂട്ട് ചെയ്ത ചിത്രം എന്ന പ്രത്യേകത ഈ ചിത്രത്തിനാണ്. ഇതിലെ നായികന്മാർ ജമിനി ഗണേശനും വൈജയന്തിമാലയുമായിരുന്നു. എം രാജ തന്നെയായിരുന്നു ഇതിൻ്റെയും സംഗീത സംവിധായകൻ. ഇതിൽ ആദ്യ രംഗം ചിത്രീകരിച്ചത് ചെന്നൈ ചെപ്പാക്കിലുള്ള MA ചിദംബരം സ്റ്റേഡിയത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോഴായിരുന്നു അത്രേ. വൈജയന്തിമാല ക്രിക്കറ്റ് മാച്ച് കാണുന്നതായിട്ടായിരുന്നു രംഗം. എന്നാൽ പാകിസ്ഥാൻ കളിക്കാരെല്ലാം വൈജയന്തിമാലയെ നോക്കിയിരിക്കുകയായിരുന്നു അത്രേ. ഹനീഫ് മുഹമ്മദ് പോലെയുള്ള കളിക്കാർ വൈജയന്തിമാലയെ കണ്ട് സായുജ്യമടഞ്ഞു. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയ AM രാജയും ശ്രീധറും സൂപ്പർ ഹിറ്റായിട്ട് 2 ചിത്രങ്ങൾ ഒരുമിച്ച് തന്നെങ്കിലും പിന്നീട് ഒരിക്കലും ഒരുമിക്കുകയുണ്ടായില്ല. മനോഹരമായ ഗാനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ശ്രീധർ AM രാജ കോമ്പിനേഷൻ പിന്നീടും ഉണ്ടാവാതിരുന്നത് സംഗീത ലോകത്തിന് നഷ്ടം തന്നെയായിരുന്നു. AM രാജയുടെ സംഗീത സംവിധാനത്തിൽ അദ്ദേഹം തന്നെ ആലപിച്ച, കണ്ണദാസൻ രചിച്ച பாடம் சொல்லவா பறந்து செல்லவா பாலிலாவை போல வந்த பாவை அல்லவா நானும் பாதை தேடி ஓடி வந்த காளை அல்லவா பாடவா பாட்டு பேசவா பாடம் சொல்லவா பறந்து செல்லவா பாலிலாவை போல வந்த பாவை அல்லவா நானும் பாதை தேடி ஓடி வந்த காளை அல்லவா பாட்டு பாடவா பாட்டு பேசவா பாடம் சொல்லவா பறந்து செல்லவா. மேகவண்ணம் போல மின்னும் ஆடையினாலே மலை மேனி எல்லாம் மூடுதம்மா நாணத்தினாலே. மேகவண்ணம் போல மின்னும் ஆடையினாலே மலை மேனி எல்லாம் மூடுதுமா நாணத்தினாலே. பக்கமாக வந்த பின்னும் வெட்கமாகுமா இங்கே பார்வையோடு பார்வை சேர தூது வேண்டுமா. பக்கமாக வந்த பின்னும் வெட்கமாகுமா இங்கே பார்வையோடு பார்வை சேர தூது வேண்டுமா. மாலையல்லவா நல்ல நேரமல்லவா இன்னும் வானம் பார்த்த பூமி போல வாழலாகுமா. பாட்டு பாடவா பாட்டு பேசவா பாடம் சொல்லவா பறந்து செல்லவா பால்நிலாவை போல வந்த பாவை அல்லவா நானும் பாதை தேடி ஓடி வந்த காளை அல்லவா. பாட்டு பாடவா பாட்டு பேசவா பாடம் சொல்லவா பறந்து செல்லவா. அங்கமெல்லாம் தங்கமான மங்கையை போலே நதி அன்ன நடை போடுதம்மா பூமியின் மேலே. அங்கமெல்லாம் தங்கமான மங்கையை போலே நதி அன்ன நடை போடுதம்மா பூமியின் மேலே. கண்ணிறைந்த காதலனை காணவில்லையா இந்த காதலிக்கு தேனிலவில் ஆசை இல்லையா. கண்ணிறைந்த காதலனை காணவில்லையா இந்த காதலுக்கு தேனிலவில் ஆசை இல்லையா. காதல் தோன்றுமா இன்னும் காலம் போகுமா இல்லை காத்து காத்து நின்றதுதான் மீதமாகுமா. பாட்டு பாடவா பாட்டு பேசவா பாடம் சொல்லவா பறந்து செல்லவா பால்நிலாவை போல வந்த பாவை அல்லவா நானும் பாதை தேடி ஓடி வந்த காளை அல்லவா. பாட்டு பாடவா பாட்டு பேசவா பாடம் சொல்லவா பறந்து செல்லவா.